ഹായ് ഡിയേഴ്സ്, സുഗമദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കെവിനാണെങ്കിൽ ശാരികയെ ഫോണിലൂടെ വിളിച്ചിട്ട് നേരിട്ട് കാണണമെന്ന് ആവശ്യം പറയുന്നുണ്ട്. അങ്ങനെ ശാരികയാണെങ്കിൽ കെവിൻ്റെ സമ്മതപ്രകാരം അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ ശാരികയോട് കെവിൻ ചോദിക്കുന്നുണ്ട്, ഇത്രയും പെട്ടെന്ന് വേണമായിരുന്നു ശാരികയെ നമ്മുടെ കല്യാണം, ഇതൊക്കെ കുറച്ച് നേരത്തെ ആയിപ്പോയോ എന്നൊരു സംശയം എനിക്കുണ്ടെന്നൊക്കെ കെവിൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും ശാരികയുടെ പറയുന്നുണ്ട്, ഇത് തന്നെ വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ഞാൻ പെട്ട പെടാപ്പാടൊന്നും കെവിനേട്ടന് മനസ്സിലാവുന്നില്ലല്ലോ. എന്നാൽ പിന്നെ ഞാൻ വീട്ടുകാരോട് തന്നെ വീട്ടും പറഞ്ഞോളാം, കെവിനേട്ടന് ഇതിന് സമ്മതമല്ലെന്നൊക്കെ ഞാൻ വീട്ടുകാരോട് പറഞ്ഞോളാം എന്നൊക്കെ ശാരികയാണെങ്കിൽ പറയുന്നുണ്ട്. അപ്പോഴേക്കും കെവിൻ ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ പിണങ്ങാതെ ശാരികയെ, നിനക്ക് എന്തു പറ്റി ഇങ്ങനെ ദേഷ്യപ്പെടാൻ? ഞാനതിനൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മുടെ കല്യാണം കുറച്ച് നേരത്തെ ആയിപ്പോയോ എന്ന് ചോദിച്ചതേ ഉള്ളൂ. അതിന് നീ ഇത്ര ദേഷ്യം കാണിക്കേണ്ട എന്താണുള്ളത്? എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ വിചാരിച്ചു അവരാരും തന്നെ സമ്മതിക്കില്ലെന്ന്. കാരണം എന്നേക്കാൾ ഒരുപാട് പ്രായം കുറവല്ലേ നീ, പിന്നെ കാണാൻ അതിലേറെ സുന്ദരിയും. അതുകൊണ്ട് തന്നെ നീയാണെങ്കിൽ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ എങ്ങനെയാണ് എന്നെ വിവാഹം കഴിക്കാമെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ നിൻ്റെ സ്നേഹം ഇപ്പം എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഋഷിയെ കാണാത്തത് കൊണ്ട് തന്നെ ഇതുവരെയായിട്ടും കണ്ടു കിട്ടാത്തത് തന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നറിയാത്തതുകൊണ്ട് തന്നെ നമ്മുടെ കെവിനെ വിളിക്കുന്നുണ്ട്. അരുന്ധതി ആണെങ്കിൽ ഇങ്ങനെ വിളിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ശാരികയുടെ അടുത്ത് നിന്ന് മാറി നിന്ന് കെവിനാണെ സംസാരിക്കുന്നുണ്ട്. ആൻറ്റി, ഞാൻ പിന്നെ വിളിക്കാം, ഞാനൊരു മീറ്റിങ്ങിലാണ്, ഇപ്പോൾ വരാൻ കഴിയില്ലെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ശാരിക ചോദിക്കുന്നുണ്ട്, ആരെയാണ് കെവിനേട്ടാ അങ്ങ് ദൂരെ പോയൊക്കെ വിളിക്കുന്നത്? എന്താ എന്തെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് ഒളിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏയ്, ഞാനൊന്നും ഒളിക്കുന്നില്ല ശാരികയെ. നിനക്ക് വേണമെങ്കിൽ ഇതാ ഈ ഫോൺ തന്നെ നീ അങ്ങ് എടുത്ത് നോക്കിക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഇതിൽ സംസാരിക്കുന്നുണ്ട്. കെവിൻ്റെ വിശ്വാസം ശാരിക അത് നോക്കില്ല എന്നായിരുന്നു. പക്ഷെങ്കിൽ കെവിൻ്റെ വിശ്വാസമെല്ലാം തകർത്തുകൊണ്ട് തന്നെ ശാരിക കെവിൻ്റെ ഫോണ് നോക്കുന്നുണ്ട്. അതേ സമയത്ത് അരുന്ധതിയോ, ഇതാരാ അരുന്ധതി എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഓഫീസിലെ ഒരു ആൻറ്റിയാണ്, അവരാണ് മെയിനായിട്ടുള്ള ആൾ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അരുന്ധതിക്കാണെങ്കിൽ വല്ലാത്തൊരു ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് അരുന്ധതി. മകനെ കണ്ടു കിട്ടാത്തതുകൊണ്ട് തന്നെ വല്ലാത്തൊരു സങ്കടത്തിലാണ്. ഇനിയിപ്പോൾ ആരോടാണ് സഹായം തേടേണ്ടത് എന്നൊന്നും അറിയാത്തൊരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ദേവിക അങ്ങോട്ടേക്ക് വരുന്നത്. ദേവികയാണെങ്കിൽ അവിടെ എത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായാലും ഞാനിപ്പോൾ ഒരു MLA ആണെന്നുള്ള കാര്യം അരുന്ധതിക്ക് അറിയാലോ, അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. നിങ്ങളുടെ മകൻ്റെ കേസ് എനിക്ക് മെയിലായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും നന്ദനെ ഇപ്പോൾ ഇവിടെ എങ്ങും കാണാനില്ല, അതുകൊണ്ട് തന്നെ നന്ദനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അയാൾ മരിച്ചത് കൊണ്ട് തന്നെ അയാളുടെ ചിതാഭസ്മവും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴുക്കിയായിരുന്നു, അതിൻ്റെ എന്തെങ്കിലും എവിഡൻസ് അന്വേഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്നൊക്കെ അരുന്ധതിയോട് പറയുന്നുണ്ട്. ദേവികയാണെങ്കിൽ അപ്പോഴേക്കും അരുന്ധതിയാണെങ്കിൽ പറയുന്നുണ്ട്, എൻ്റെ മകൻ മരിച്ചിട്ടില്ല എന്ന് ഉള്ള ആ സത്യം തുറന്നു പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവിക പറയുന്നുണ്ട്, ഇതൊക്കെ എനിക്ക് നല്ലപോലെ അറിയാമായിരുന്നു. നിങ്ങളുടെ നാവിൽ നിന്ന് തന്നെ ഈ സത്യം അറിയണമെന്ന് ഒരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. നിങ്ങളുടെ മകൻ എഴുന്നേറ്റ് നടക്കാൻ കാരണം പോലും ഞാനായിരുന്നു. എന്നിട്ട് എൻ്റെ ജീവിതം ഇല്ലാതാക്കാനും എന്നെയും വേദനിപ്പിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിഞ്ഞത്? എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല മാഡം എന്നൊക്കെ പറയുന്നുണ്ട് അരുന്ധതിയോട് ദേവികയാണെങ്കിൽ. അപ്പോഴേക്കും അരുന്ധതി പറയുന്നുണ്ട്, നമ്മളിങ്ങനെ പരസ്പരം വാശി കോർത്ത് നിന്നിട്ട് കാര്യമില്ല, നന്ദനെയും ഋഷിയും മിസ്സിങ് ആണ്. അപ്പോഴേക്കും ദേവിക പറയുന്നുണ്ട്, നന്ദനെ മിസ്സിങ് തന്നെയാണ്, പക്ഷെങ്കിൽ ഋഷി ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങളുടെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന നന്ദനെ ഞങ്ങൾക്ക് തിരികെ നല്ല രീതിക്ക് തന്നാൽ മാത്രമേ ഋഷിയെ ഒരാപത്തും കൂടാതെ നിങ്ങൾക്ക് തിരികെ തരുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നീ എൻ്റെ മകനെ കൊണ്ട് നിൻ്റെ കസ്റ്റഡിയിൽ വെച്ചു. അപ്പോഴേക്കും നമ്മുടെ അരുന്ധതി പറയുന്നുണ്ട്, നിൻ്റെ ഭർത്താവ് എൻ്റെ കസ്റ്റഡിയിലില്ല, അതും പ്രതീക്ഷിച്ചിട്ടാണ് നീ എൻ്റെ മകനെ കിഡ്നാപ്പ് ചെയ്തതെങ്കിൽ അത് വെറുതെയാണ്. കാരണം നിൻ്റെ ഭർത്താവോ നിൻ്റെ ആരും തന്നെ എൻ്റെ കസ്റ്റഡിയിൽ ഞാൻ പിടിച്ചു വെച്ചിട്ടില്ല, നിനക്ക് എന്നെ വിശ്വസിക്കാം. അപ്പോഴേക്കും അരുന്ധതി പറയുന്നുണ്ട്, എനിക്കറിയാം നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടാവില്ല, അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേങ്കിൽ നീ ഈ സത്യം മനസ്സിലാക്കണം, ഞാനിതിൻ്റെ പിന്നിലില്ല. എനിക്ക് ഇസബല്ലയായിട്ട് ഒന്ന് അന്വേഷിക്കണം. അതിനുശേഷം നന്ദൻ അവരുടെ കസ്റ്റഡിയില്ലെങ്കിൽ നീ മറ്റൊരു വഴിക്ക് അന്വേഷിച്ച് നോക്കുക, എൻ്റെ മകനെ എനിക്ക് തന്നെ തിരിച്ചു തരണം, അതിനുശേഷം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവിക പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് വഴിയെ ആലോചിക്കാനുള്ള കാര്യങ്ങളല്ലേ, അതൊക്കെ നമുക്ക് അപ്പം സംസാരിക്കാം, ഇതൊന്നും ഇപ്പോഴേ സംസാരിച്ച് നിങ്ങൾ ഒരുപാട് ആലോചിച്ച് കൂട്ടണ്ട. എന്തായാലും ഋഷി ഞങ്ങളുടെ കൂടെ സേഫായിട്ട് തന്നെ ഇരിക്കും, അതിൽ ഒരു മാറ്റം ഉണ്ടാവില്ല എന്നൊക്കെ അരുന്ധതിയോട് നമ്മുടെ ദേവിക വാക്ക് കൊടുക്കുന്നുണ്ട്.
അപ്പോഴേക്കും ദേവികയാണെങ്കിൽ അരുന്ധതിയോട് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ളൊരു പ്രതീക്ഷ, ഒരു ചതി ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. എന്തായാലും നമുക്ക് കോടതിയിൽ വെച്ച് കാണാമെന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേങ്കിൽ കേസായിട്ട് മുന്നോട്ട് പോയ രണ്ടുപേരെയും തിരിച്ചു കിട്ടാതെ ആയിപ്പോവും. അതുകൊണ്ട് തന്നെയാണ് MLA ഞാൻ നേരിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയതും ഈ കേസിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ. എന്തായാലും സത്യം നിങ്ങളുടെ വായിൽ തന്നെ വന്ന ഉടൻ തന്നെ എനിക്ക് എൻ്റെ നന്ദുവിനെ തിരിച്ച് കിട്ടിയേ മതിയാവുള്ളൂ. എത്രയും പെട്ടെന്ന് നന്ദു എവിടെയാണെന്ന് നിങ്ങളെനിക്ക് കണ്ടെത്തി തന്ന നിങ്ങളുടെ മകനെ സുരക്ഷിതമായി നിങ്ങളെ വീട്ടിലെത്തിച്ചിരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അരുന്ധതിക്ക് മറ്റൊരു ഓപ്ഷനും ഇല്ലാത്തത് കൊണ്ട് തന്നെ ദേവിക പറയുന്നത് മുഴുവനായിട്ട് തന്നെ അനുസരിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോഴേക്കും അരുന്ധതി ചോദിക്കുന്നുണ്ട്, നീ എന്നെ ഭീഷണിപ്പെടുത്തി എൻ്റെ മകനെ എന്നിൽ നിന്ന് തിരിച്ചു തരാം എന്നൊക്കെയാണോ നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ആരോടും ഭീഷണിയോ ഒരു വാക്ക് തർക്കമോ ഉണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ഇപ്പം ഞാൻ പറയാണ്, അത് ഭീഷണി തന്നെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ എടുത്തോളൂ. കാരണം എന്ന് വെച്ചാൽ എനിക്കെൻ്റെ നന്ദുവിനെ തിരിച്ച് കിട്ടിയേ മതിയാവും. അത് നിങ്ങൾ എനിക്ക് കൊണ്ടുവന്നേ മതിയാവുള്ളൂ. എല്ലാത്തിനും തുടക്കം കുറിച്ചത് നിങ്ങളാണ്. അത് നിങ്ങൾ തന്നെ അവസാനിപ്പിച്ചാൽ മതി. നിങ്ങൾ തുടക്കം കുറിച്ചത് ഇനിയിപ്പോൾ ഞങ്ങളായിട്ട് എന്തിനാണ് അവസാനിപ്പിക്കുന്നതൊക്കെ ദേവികയാണെങ്കിൽ സ്വയം മനസ്സിലൂടെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ അരുന്ധതിയാണെങ്കിൽ ദേവികയുടെ ഈ വാക്കുകളൊക്കെ കേട്ടതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇസബെല്ലയുടെ കസ്റ്റഡിയിലായിരിക്കുമോ നന്ദൻ എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടെ ഇസബെല്ലയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇസബെല്ലയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്താ അരുന്ധതി മാഡം, നിങ്ങളിത് എപ്പോഴും എൻ്റെ വീട്ടിൽ വന്നു കയറി ഇറങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഋഷി എന്തായാലും എൻ്റെ കസ്റ്റഡിയിലില്ല, അത് ഞാൻ തീർത്ത് പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ആരെയാണ് അന്വേഷിക്കാൻ വന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അരുന്ധതിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നന്ദൻ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. നന്ദനോ? നന്ദൻ എൻ്റെ കസ്റ്റഡിയിൽ എങ്ങനെയാണ് ഉണ്ടാവുക? നന്ദൻ എൻ്റെ കസ്റ്റഡിയിൽ ഇല്ല എന്നൊക്കെ തർപ്പിച്ച് പറയുന്നുണ്ട് നമ്മുടെ ഇസബെല്ലയാണെങ്കിൽ. അതിനുശേഷം ഇസബെല്ല പറയുന്നുണ്ട്, ആദ്യം മകനെ അന്വേഷിച്ച് വന്നു, ഇപ്പം നന്ദിനിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എൻ്റെ കസ്റ്റഡിയിൽ ഇവർ രണ്ടുപേരും തന്നെ ഇല്ല. എനിക്ക് നിങ്ങളോട് കള്ളം പറയേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോഴേക്കും അരുന്ധതി പറയുന്നുണ്ട്, നിനക്ക് എൻ്റെ മറ്റൊരു മുഖം നീ കാണേണ്ടി വരും. മര്യാദയ്ക്ക് നന്ദിനെ തിരിച്ചു തന്നോ, എന്നാൽ മാത്രമേ ഋഷിയെ എനിക്ക് അവർ തിരിച്ചു തരുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഇസബെല്ലയാണ് പറയുന്നുണ്ട്, ആൻറ്റി ഞാൻ സത്യമാണ് പറഞ്ഞത്, നന്ദൻ എൻ്റെ കസ്റ്റഡിയിലില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാവുകയാണ് നമ്മുടെ അരുന്ധതി ആണെങ്കിൽ. അതിനുശേഷം മുരളിയൊക്കെ ദേവിയായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ നമ്മുടെ അടുത്ത പ്ലാൻ? അപ്പോൾ നമ്മുടെ ദേവിക പറയുന്നുണ്ട്, അവരെന്തായാലും സമ്മതിച്ചല്ലോ ഋഷി മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോൾ നന്ദൻ അവരുടെ കസ്റ്റഡിയിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ഇനിയിപ്പോൾ ബാക്കി എന്താണെന്ന് നമുക്ക് അപ്പം തന്നെ നോക്കാം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്.